ഇൻഡോർ ആൻഡ് ഇൻഡോഴ്സ്. ഈ രണ്ട് വേർഡ്സിൻ്റെയും ഡിഫറൻസ് എന്താ? ഇൻഡോർ ഗെയിംസ്, ഇൻഡോർ സ്പോർട്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താ അതിൻ്റെ മീനിങ്? വീടിനുള്ളിൽ തന്നെ വേണമെന്നില്ല, ഒരു ബിൽഡിങ്ങിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസിനുള്ളിൽ, അടഞ്ഞ ഒരു സ്പേസിനുള്ളിൽ എന്ന മീനിങ് ആണ്. ഇൻഡോർ ഓഡിറ്റോറിയം എന്ന് പറയാറില്ലേ? ഒരു ഓഡിറ്റോറിയം അത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഉള്ള ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസിനകത്തുള്ള ഓഡിറ്റോറിയം. ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ പ്ലാന്റ്സ് എന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. വീടിനുള്ളിൽ വളർത്തുന്ന ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്. ഇവിടെ പ്ലാന്റ്സ്, സ്വിമ്മിംഗ് പൂൾ, ഓഡിറ്റോറിയം എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഇൻഡോർ യൂസ് ചെയ്തത്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പ്ലാന്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് എന്ന് പറയും. അപ്പോൾ ഇൻഡോർ എന്ന് പറയുന്നത് ആ പ്ലാന്റ്സിനെ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ്. അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ ഓഡിറ്റോറിയം എന്നൊക്കെ പറയുമ്പോൾ ഇൻഡോർ എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇൻഡോഴ്സ് എന്ന് പറയാറുണ്ട്. അതെന്താ? അത് ഒരു ആഡ്വേർബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വി സ്റ്റേയ്ഡ് ഇൻഡോഴ്സ് ഡ്യൂറിങ് കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അല്ലേ? വി സ്റ്റേയ്ഡ് ഇൻഡോഴ്സ്, സ്റ്റേ എന്ന ആ ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഇൻഡോഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡോഴ്സ് എന്നത് ആഡ്വേർബ് ആണ്. Children remained indoors because of online classes. Children remained indoors because of online classes. ഓൺലൈൻ ക്ലാസ്സസ് കാരണം കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇൻഡോർ എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, ഇൻഡോഴ്സ് എന്ന് പറയുന്നത് ഒരു ആഡ്വേർബും ആണ്.